നിറം ഇറങ്ങിയ ദിവസം ഭയങ്കര കൂലായിരുന്നു തിയേറ്ററിൽ. ഈ നിറം മാത്രമല്ല, അനിയത്തി പ്രാവ് അങ്ങനെ തന്നെയാണ്. അനിയത്തി പ്രാവിൻ്റെ ഒക്കെ സെക്കൻഡ് ഹാഫിൽ നല്ല കൂല കിട്ടിയിട്ടുണ്ട്. നിറത്തിനും അതെ ഭയങ്കര കൂലയാണ്. ആദ്യത്തെ ഷോ അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഡേ സിനിമ കാണാൻ പോകാറില്ല തിയേറ്ററിൽ. എനിക്ക് എന്തോ പണ്ട് പോലെ ഒരു ആദ്യം വളരെ വളരെ ഒരു ബിഗിനിങ്ങിലൊക്കെ പോകുമായിരുന്നു. പിന്നെ തിയേറ്ററിൽ പോയിരുന്നു ഫസ്റ്റ് ഓഡിയൻസിലൂടെ സിനിമ കാണുമ്പോൾ ടെൻഷനാണ്. അപ്പോൾ ഞാൻ പോവില്ല. അസിസ്റ്റൻസൊക്കെ പോയി കാണും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോകും. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞ ഒരു ഒപ്പീനിയൻ അനുസരിച്ചാണ്. പിന്നെ ഒന്നുകിൽ നല്ല ഒപ്പീനിയനാണെങ്കിൽ വൈകുന്നേരം പോകും, ഷോക്കൊക്കെ പോകും, അല്ലെങ്കിൽ പോവില്ല. അല്ലെങ്കിൽ പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ മെല്ലെ ഒന്ന് പോയി നോക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിറം കഴിഞ്ഞ് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് അസിസ്റ്റൻസൊക്കെ വിളിച്ചിട്ട്, സാറേ പടം പോയിട്ടോ, ഭയങ്കര പ്രശ്നമാണ്, കൂവലാണ്, അവിടെ ഇവിടെയൊക്കെ കൂലും, സെക്കൻഡ് ഹാഫും മുഴുവൻ കൂവലാണ്. ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നമൊന്നും ആർക്കും പറയാൻ പറ്റണില്ല, അവിടെ ഇവിടെയൊക്കെ കൂവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് കയ്യിൽ പോയി. അപ്പോൾ എൻ്റെ അപ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വേറെ ചില സിനിമാ സുഹൃത്തുക്കൾ പറഞ്ഞു, അല്ല അത് അനിയത്തി പ്രാവ് അങ്ങനെ തന്നെയായിരുന്നു, നമുക്ക് അല്ല അന്ന് പാച്ചിക്കാൻ വിചാരിച്ച് ആ പടം പോയി, സെക്കൻഡ് ഹാഫിൽ കൂലുണ്ട്, അപ്പോൾ പടം പോയിന്ന്. പക്ഷെ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അനിയത്തി പ്രാവ് വലിയ ഹിറ്റായി മാറിയത്. അപ്പോൾ അതുപോലെ ആവുമായിരിക്കും എന്നൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാർ പറഞ്ഞു. സെക്കൻഡ് ടൈം അത്യാവശ്യം കൂലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തേർഡ് ഡേ വ്യാഴാഴ്ച റിലീസ് ചെയ്യും. വ്യാഴം വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച ഈവനിങ്ങിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലിബർട്ടി ബഷീറാണ് എന്നെ വിളിച്ചിട്ട്, തലശ്ശേരി ലിബർട്ടിയിൽ ഭയങ്കര സ്ത്രീകളാണ്, ഭയങ്കര കൈയുടെയാണ് തിയേറ്ററിൽ. അപ്പം ഞാൻ ചോദിച്ചു ഭയങ്കര കൂലാണെന്നുള്ള പറഞ്ഞു. അല്ല ഇന്നലെ വരെ നല്ല കൂലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇന്ന് കൂലില്ല, ഒരു സ്ഥലത്ത് പോലും കൂലില്ല. ഏതോ ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരു കൂലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട പടം എന്ന് പറഞ്ഞു. സൺഡേ ആയി കഴിഞ്ഞപ്പോഴേക്കും സ്വഭാവം മാറി പടത്തിൻ്റെ. കംപ്ലീറ്റ് ഫാമിലിയും യങ്സ്റ്റേഴ്സ് തന്നെ. അപ്പോൾ ആമ്പിള്ളേരും പെമ്പിള്ളേരും, ഇപ്പം നമ്മൾ പറയുന്ന ഈ ന്യൂജൻ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ ന്യൂജൻ പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പടം കാണാൻ എൻജോയ് ചെയ്ത് പടം തുടങ്ങി. ഭയങ്കര ഹിറ്റ് ആയിരുന്നു അല്ലേ? സാറിൻ്റെ സിനിമകൾ ഏറ്റവും ഹിറ്റ് ചെയ്തായിരുന്നു? എനിക്കോട് നിറം തന്നെയാണ്, നിറം തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ.